can make it right. Alright, alright. Oh, I can make it right. എന്റെ പിള്ളേര് നിങ്ങളത് കാര്യമായിട്ട് എടുക്കണ്ട, ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതാ. പപ്പ വേണേലും ഇവളെ ജേക്ക് കെട്ടിച്ചു കൊടുത്തോ. മതി നിർത്ത്, വീട്ടിലൊന്നും പോണ്ടേ. ഓക്കെ മരിയ, എന്നാ ശരിയുടെ വേറെ ദിവസം കാണാം. ആ ജൂണേ. അയ്യോ, അത് വാങ്ങാൻ മറന്നുപോയി. ഞങ്ങൾ നിന്നെ പറ്റിക്കാൻ വെറുതെ തമാശ പറഞ്ഞതാ. ഞാൻ പോകാം, നിങ്ങളോട് ആരോടും ഞാൻ മിണ്ടില്ല. നിങ്ങൾ വന്നോ പോയിട്ട്? ആ വന്നു. പിന്നെ ഇന്നും മാളിൽ വെച്ചിട്ട് ഞാൻ നിന്റെ ഇവയെ കണ്ട്. എന്നാ ഞാനൂടി വന്നാ മതിയായിരുന്നു നിങ്ങളെ കൂടെ. അതൊന്നും മോൻ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്ക്യൂസ് മീ മാം, ഇസയും ഇവയും പ്രാക്ടീസിന് വേണ്ടിട്ട് വിളിക്കുന്നുണ്ട്. ഇവ ആൻഡ് ഇസ, both of you can go. Okay, thank you ma'am. ജെനി പിയാനോ വായിക്കോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ മ്യൂസിക് റൂമിൽ വരുമ്പോ ഇടക്ക് വായിക്കാറുള്ളതാ. ഓ ഓക്കെ, എന്നാ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. ആ തുടങ്ങാം. കർത്താവേ തുറക്കട്ടെ, ഇനി അന്ന് കണ്ടതുപോലെ വല്ലതുണ്ടായിരിക്കോ? ഇല്ലായിരിക്കും. ജെയിൻ പ്രാക്ടീസ് തുടങ്ങാം. ആ ഇസ, പ്രാക്ടീസ് തുടങ്ങാം. പ്രാക്ടീസിന്റെ ഇടയിൽ ഇസയുടെ കാല് ഉളുക്കുന്നു. ഇസ, ആർ യു ഓക്കെ? ജെയിൻ കാല് നല്ല പെയിൻ ഉണ്ട്. എന്താ വാ, ഹോസ്പിറ്റലിലേക്ക് പോകാം. ആ പോകാം. കാല് ഇഞ്ചർ ആയിട്ടുണ്ട്, ഡ്രസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ദിവസം നല്ല റെസ്റ്റ് വേണം. ഓക്കെ ഡോക്ടർ. ജെയിൻ ഡോക്ടർ എന്ത് പറഞ്ഞു? നമുക്ക് നാളെ കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിന്റെ കാലുകൊണ്ട് നീ എങ്ങനെ പെർഫോം ചെയ്യും? അത് കുഴപ്പമില്ല, നമുക്ക് വഴിയുണ്ടാക്കാം. ഇസ, ഈ അവസ്ഥയിൽ ഇനി പ്രാക്ടീസ് നടക്കില്ലല്ലോ. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. ജെയിൻ പ്രാക്ടീസ് നമുക്ക് എന്റെ വീട്ടിൽ നിന്ന് ചെയ്യാം. അതെങ്ങനെ ഇസ? വാ, ആദ്യം നമുക്ക് എന്റെ വീട്ടിൽ പോകാം. ഇസ, നീ സ്ട്രഗിൾ ചെയ്ത് നടക്കണ്ട, ഞാൻ നിന്നെ എടുക്കാം, അല്ലെങ്കിൽ വീഴും. നോ, ഞാൻ തനിച്ച് നടന്നോളാം. ഡി, നീ വീഴും. ഇല്ല. ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴേ ഞാൻ എടുക്കാന്ന്. സോറി. ഈസ, നിനക്കെന്ത് പറ്റി? ആന്റി, അത് കാലം മുളക്കി പ്രാക്ടീസിന്റെ ഇടക്ക്. ശ്രദ്ധിക്കണ്ടേ ഈസ, നീ ഇവനില്ലെങ്കിലോ? എന്റെ മമ്മി, എനിക്ക് അതിന് മാത്രം ഒന്നുമില്ല. ഓ, അതിന് മാത്രം ഒന്നും ഇല്ലാത്തോണ്ടായിരിക്കും ഇപ്പൊ ഇവൻ നിന്നെ എടുത്തോണ്ട് വന്നത്. ആന്റി, അവളെ വഴക്ക് പറയണ്ട. താങ്ക്സ് മോനെ, ഇവിടെ കൊണ്ടാക്കിയതിന്. താങ്ക്സ് ഒന്നും വേണ്ട ആന്റി. മമ്മി, ജേഡിന് ഇന്ന് ഇവിടെ കുറച്ചേരം ഉണ്ടാവും. ആ ശരി ഈസ. ഇസ, എന്നാ ഞാൻ പോവാ. എങ്ങോട്ട്? നീ എവിടെയും പോകുന്നില്ല, അവിടെ നിക്ക്. ഞാനിവിടെ നിന്നിട്ട് നിനക്കെന്ത് കിട്ടാനാ? ദാ പൊട്ടാ, നാളെയല്ലേ ഇവന്റ് ഡേ, പ്രാക്ടീസ് ചെയ്യണ്ടേ? അതെങ്ങനെയാ? നിനക്ക് എണീറ്റ് നടക്കാൻ പോലും മേല. നീ ആദ്യം എന്നെ ഒന്ന് എണീപ്പിക്ക്, ഞാൻ കാണിച്ചു തരാം. എന്നാലും ഇസ. ഒരെന്നാലും ഇല്ല. ഇസ, നിനക്കെന്താ പറ്റിയ? കാലിൽ എന്താ ബാൻഡേജ്? എനിക്കൊന്നുമില്ലടി, ജസ്റ്റ് ഒന്ന് ഒളിക്കിയതാ. അപ്പൊ നിങ്ങൾ നാളെ എങ്ങനെ പെർഫോം ചെയ്യും? അതൊക്കെ ചെയ്യും അല്ലേ ജേഡൻ? യെസ്. എന്നാലും അതെങ്ങനെ? അത് നീ നാളെ കണ്ടു. ഇസ, നിന്നെ പിക്ക് ചെയ്യാൻ ഞാൻ വരാം നാളെ. ഈ കാല് വെച്ച് നിനക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഇവിടെ വന്നോളാം. ഇസ, എനിക്ക് പറയാൻ വിട്ടുപോയി, നാളെ എനിക്ക് കുറച്ച് നേരത്തെ പോകണം. അതുകൊണ്ട് നീ ജേഡിന്റെ കൂടെ പോയിക്കോ.
ഇവ എന്നാ ഞാൻ ഇറങ്ങുവോ? ബൈ. ഓക്കെ ജെയ്ഡൻ, ബൈ. ഡാ നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഡാ അപ്പൊ നിങ്ങൾ ഇനി എങ്ങനെ പെർഫോം ചെയ്യും നാളെ? അതൊക്കെ ചെയ്യും. പിന്നെ നീ നാളെ ഒറ്റക്ക് പൊക്കോ. ആ ഞാനത് നിന്നോട് പറയാൻ വരുമായിരുന്നു. നാളെ കുറച്ച് നേരത്തെ ഇറങ്ങണം എനിക്ക്. ഓ ഓക്കെ. ഇസ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണ്ടേ നിനക്ക്? ആ ജെയ്ഡൻ. ഞാൻ അപ്പുറത്തെ റൂമിൽ നിന്ന് ചേഞ്ച് ചെയ്യാം. നീ എവിടുന്ന് ചേഞ്ച് ചെയ്തോ? ആ ഓക്കേടാ. നിനക്ക് ഒറ്റക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇവയെ വിളിക്കണോ? വേണ്ട, ഐ വിൽ മാനേജ് ഇറ്റ്. ഇസ നീ മാറ്റി കഴിഞ്ഞോ? ജെയ്ഡൻ ഇങ്ങോട്ടൊന്ന് വരുമോ? ഒരു ഹെൽപ്പ് വേണം. ആ വരാം. എന്താടാ? ഈ സിബ് ഒന്ന് ഇട്ട് തരുമോ? ഞാൻ ഗേൾസിനൊന്നും ടച്ച് ചെയ്യാറില്ല. ഡാ പട്ടി, അതിന് ഞാൻ ജസ്റ്റ് സിബ് ഇടാനില്ലേ പറഞ്ഞുള്ളൂ. ഇടടാ. ആ ഓക്കെ, ഞാൻ ഇടാം. I don't need nobody. I don't feel nobody. I don't call nobody but you. Thank you. Now let's welcome Isa and Jaren to the stage. Wow, it's an amazing performance. And let's welcome to the stage Eva and Jay. എത്ര കണ്ടാലും മതി വരില്ലല്ലോ നിന്റെ നിലാചന്തം നീലാമ്പൽ തേടി നമ്മൾ പണ്ടലഞ്ഞപ്പോൾ നീ തണ്ടുലഞ്ഞൊരാമ്പൽ പൂവായി നിന്നപ്പോൾ വരിവണ്ടായി ഞാൻ മോഹിച്ചു താർമിഴി പൂന്തേൻമൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈ മണി നീ മാർഗഴി തിങ്കളിൻ മടുമലർ മടിത്തട്ടിരേ പൊന്മാനോ പാൽക്കനവോ നിന്നിഴൽ പോലെ കൂടെ വരാം ഞാൻ. നീ എൻ്റെ സൂര്യനല്ലേ. വേളി നിലാവായി തേടി വരാം ഞാൻ നീ എന്റെ സന്ധ്യയല്ലേ അന്നഗ്രഹാരരാത്രിയിൽ പേരുവന്നപ്പോൾ കരതാരിൽ നമ്മൾ മൺചിരാതും കൊണ്ടു നടന്നില്ലേ. തിരിയോതിയല്ലേ നെഞ്ചിൽ ചേർത്തില്ലേ. താർമിഴി പൂന്തേൻമൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈ മണി നീ മാർഗഴി തിങ്കളിൻ മടുമലർ മടിത്തട്ടിരേ പൊന്മാനോ പാൽക്കനവോ Wow, that's a good performance. ഈ കഴിഞ്ഞ പെർഫോമൻസിൽ നിന്നാണ് കോളേജ് കോമ്പറ്റീഷനിൽ ടീം സെലക്ട് ചെയ്യുന്നത്. And the selected teams are Jayden and Isa and Jay and Eva. Congratulations. ഓ ഐ ആം സോറി ഇവ, ഞാൻ ആ എക്സൈറ്റ്മെന്റിൽ ഹഗ് ചെയ്തതാ. Hey, it's okay. Yay, Jayden, we got that. ഡി പൊട്ടാസേ, കാല് പോയി കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് കളിച്ചല്ലോ നീ. നീ പോടാ മാക്രി, അതാണ് ഇസ. ജെയ്ഡൻ, അടിപൊളിയായിരുന്നു നിങ്ങളെ പെർഫോമൻസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിന്റെ സിസ്റ്ററോടാ താങ്ക്സ് പറയേണ്ടത്. അവളെ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നെ. ഞാൻ മാത്രല്ല, നീയും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു കളിക്കാൻ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ സെലക്ട് ആയില്ലേ, അതന്നെ വലിയ കാര്യം. ജയ്, ഒന്നിങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താടി കാര്യം, നീ പറ.
ഡാൻസ് തീരുന്നവരെ എന്റെ കാല് അവന്റെ കാലിന്റെ മേലായിരുന്നു ഉണ്ടായിരുന്നത്. അവനെ നീ വീട്ടിലെത്തിയ ബാൻഡേജ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ആടി അത് ഞാൻ നോക്കിക്കോളാം, നീ അവന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ആ ശരിടാ എന്നാ. ജെയ്ഡൻ ഞാൻ പോകുവാ. ബൈ. ടേക്ക് കെയർ ജെയ്ഡൻ. ജി ബൈ, നാളെ കാണാം. ഓക്കേടി ബൈ. ഇവ അവിടെ നിൽക്ക്, നിനക്ക് അവളെ കാറിൽ ഇരുത്താൻ കഴിയില്ല, ഞാൻ ഇരുത്താം അവളെ കാറിൽ. ഡാ എന്നാ ഞാൻ ഇരുത്താം, നീ കാറിലേക്ക് പൊക്കോ. നോ, ഐ വിൽ മാനേജ് ഇറ്റ്. ഓക്കേടാ എന്നാ ഞാൻ കാറിൽ നിന്നെ വെയിറ്റ് ചെയ്യാം. ജെയ്ഡൻ ഇസയെ കാറിലിരുത്തി. താങ്ക്സ് ഡാ. കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. ഡാ കുക്കി, നിന്റെ കാലിന് എന്ത് പറ്റി ചുവന്നിരിക്കുന്നെ? അതൊന്നുമില്ല മമ്മ, ഞാൻ പോയി കുളിച്ചിട്ട് കിടക്കട്ടെ. ഡാ നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? മമ്മ കോളേജിൽ നിന്ന് കഴിച്ചായിരുന്നു ഞങ്ങള്. ഓ അത് ഞാൻ മറന്നുപോയി. മമ്മ പപ്പ എന്തേ കണ്ടില്ലല്ലോ, കിടന്നോ? ആടാ പപ്പ കിടന്നു, നാളെ നേരത്തെ ഓഫീസിൽ പോണെന്ന് പറഞ്ഞു. ശരി മമ്മ, എന്നാ ഗുഡ് നൈറ്റ്, ഞാൻ ഫ്രഷ് ആയിട്ട് പോയി കിടക്കട്ടെ. ആ എന്നാ മോൻ ചെല്ല്. ഡാ നിന്റെ കാലിങ്ങതാ, ഞാൻ ബാൻഡേജ് ഇട്ട് തരാം. അതിനു മാത്രം ഒന്നും ഇല്ലല്ലോ ജേ. ഡാ നിന്നെ കെയർ ചെയ്യണമെന്ന് എന്നോട് ഒരാള് പറഞ്ഞു. അപ്പൊ അത് മമ്മയായിരിക്കും. അല്ലടാ, ഇസയാ പറഞ്ഞത് നിനക്ക് കാല് നല്ല പെയിനുണ്ട്, ബാൻഡേജ് ഇട്ട് കൊടുക്കണം എന്നൊക്കെ. അപ്പൊ ഞാനത് ചെയ്യണ്ടേ? പിന്നെ നീ എന്നെ പറ്റിക്കണ്ട, ഇസ അങ്ങനെയൊന്നും പറയില്ല എന്ന് എനിക്കറിയാം. ഡാ ശരിക്കും ഷീസ് കെയർ അബൌട്ട് യു, നിന്റെ കാലിങ്ങോട്ട് താടാ. ആ ശരി, എന്നാ കൊണ്ടുപോയി കെട്ടു നിന്റെ ബാൻഡേജ്. ജയ് ജസ്റ്റ് ജെയ്ഡന്റെ കാല് പിടിച്ച് അമർത്തുന്നു. ആ പട്ടി വേദന എടുക്കുന്നു കാല്. എന്നിട്ട് ആ കാലൊന്ന് ബാൻഡേജ് ഇടാൻ ചോദിച്ചപ്പോ അവൻ പട്ടിഷ ഇറക്കിയത്. ഇസ നിനക്ക് കാല് പെയിൻ ഉണ്ടോ? ഇന്ന് ഡാൻസ് ചെയ്തതല്ലേ? നല്ല പെയിൻ ഉണ്ടടി, പക്ഷെങ്കിലും എന്നെക്കാളും പെയിന് ആയിരിക്കും. ഓ അങ്ങനെ. പിന്നെ നീ നാളെ കോളേജിൽ വരണ്ട, റെസ്റ്റ് എടുത്തോ. ഏയ് ഇല്ല, ഇവിടെ ഇരുന്ന ബോറടിക്കും, അവിടെ വന്ന് അവന്റെ കൂടെ അടികൂടാ. എന്റെ ഇസ അതിന് അവനും നാളെ വരുമൊന്നുമില്ല. പിന്നെ അത് നിനക്ക് അങ്ങനെ അറിയാം? 1 സെക്കൻഡ്, ഞാനിപ്പോ അവരെ വിളിച്ചു ചോദിക്കാം. എന്തിന്? ഹലോ ഇവ, എന്താണ് ഈ സമയത്ത്? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഏയ് ഹെൽപ്പ് ഒന്നും വേണ്ട ജെയ്ഡൻ, നീ നാളെ കോളേജിൽ വരുന്നുണ്ടോ എന്ന് അറിയാൻ വിളിച്ചതാ. ഇല്ലടാ, എനിക്ക് കാല് നല്ല പെയിൻ ഉണ്ട്, പിന്നെ ജെ ബാൻഡേജ് ഇട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് വരുന്നില്ല. ഓ ഓക്കേടാ, എന്നാ വെക്കട്ടെ. ഇവ വെക്കല്ലേ, ഇസയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ് കുഴപ്പമൊന്നുമില്ല, കാല് ജസ്റ്റ് ചെറിയ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ അവളോട് റെസ്റ്റ് എടുക്കാൻ പറ. പിന്നെ ഇവ അവളെ നാളെ കോളേജിലേക്ക് കൊണ്ടുപോകണ്ട. ഇല്ലടാ, ഞാൻ പറഞ്ഞു അവളോട് കോളേജിലേക്ക് വരണ്ട, റെസ്റ്റ് എടുത്തെന്ന്. ഓക്കേടാ, എന്നാ ഞാൻ വെക്കുവാ. ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ് ജെയ്ഡൻ. കേട്ടല്ലോ, അവനും നാളെ വരുന്നില്ല, പിന്നെ നിന്നോട് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞത്. ഓ അപ്പൊ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. ഡി മതി ആലോചിച്ചത്, കിടക്കാൻ നോക്ക്. ആ കിടക്കാം, പക്ഷെ നീ എനിക്കൊരു പാട്ട് പാടിത്താ. എത്രയായി ഡീപ നീ എനിക്ക് പാടി തന്നിട്ട്? പ്ലീസ്. ആ ഓക്കെ, പാടിത്തരാം. കൊടിയുവിട്ട് കൊതിച്ചു മല്ലികയെ ഒരു മൊഴി സിരിച്ചു പേസരേ വായമേലവായ വച്ചേ വാർത്തകൾ ഒളിച്ചു പുട്ടേ വിരല വെച്ച് അഴുത്തിയ കഴുത്തില കൊളുത്തിയ വെപ്പം പോകല അടിയും പോലെ സിവപ്പ് ഇല്ല കണക്കാൽ കൂടെ കറുപ്പ് ഇല്ല നീ